സുപ്രീം കോടതിയുടെ ഒരു വളരെ സുപ്രധാനമായ ഒരു വിധി ഈ അടുത്ത സമയത്ത് വന്നു. അത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പല കേസുകളെ സംബന്ധിച്ചാണ്. ഏതാണ്ട് 100ഓളം കേസുകൾ തമ്മിലുണ്ടായി. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭാര്യ ഒരു IPS കാരിയാണ്. UP-യിലാണ് അവർ. അപ്പോൾ അവിടുത്തെ ആ കേഡറിലുള്ള ഒരു IPS കാരിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം സുപ്രീം കോടതി തന്നെ ആ പേര് ജഡ്ജ്മെൻറ്റിൽ മറച്ചേക്കാണ്. പക്ഷേ എന്നാലും പേരുകൾ എനിക്കറിയാം. പക്ഷേ അത് സുപ്രീം കോടതി അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് തന്നെ എനിക്ക് ഈ പേരുകൾ ഞാനും പറയുന്നില്ല. ചില ഭാഗത്ത് ആ ജഡ്ജ്മെൻറ്റിൽ പേര് മറയ്ക്കാതെ പോയിട്ടുണ്ട് കേട്ടോ. അതാ കാര്യം. അപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ച് എൻ്റെ ആ വിധി എന്ന് പറയുന്നത് അത് പറഞ്ഞേക്കുന്നത് ജസ്റ്റിസ് BR ഗവായി, നമ്മുടെ ചീഫ് ജസ്റ്റിസും, അതുപോലെ തന്നെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസി എന്ന് പറയുന്ന ജഡ്ജിയും കൂടാണ്. ഇവർ അത് ആർട്ടിക്കിൾ 142, അതായത് നമ്മുടെ ഭരണഘടനയുടെ 142-ാം അനുച്ഛേദം, അതായത് കംപ്ലീറ്റ് ജസ്റ്റിസ്, സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്നതിന് സുപ്രീം കോടതിക്ക് എന്ത് ഉത്തരവും പാസ്സാക്കാം. ആ അധികാരം കയ്യിലെടുത്തുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കണം. ഈ ഭാര്യയും ഭർത്താവുമായിട്ട് കല്യാണം കഴിച്ച് പോകും. ഇപ്പം എനിക്ക് തോന്നുന്നത് സാധാരണ ഇപ്പോൾ നടക്കുന്ന കല്യാണം കഴിക്കുന്നത് പോലും ഡൈവോഴ്സിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് 5/12/2015 അത് ഡൽഹിയിൽ ഉമ്രാവോ ഫാം ഹൗസിൽ വെച്ച് ആണ് ഈ വിവാഹം നടക്കുന്നത്. ഇവർ തമ്മിലുള്ള വിവാഹം. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറയുക, ജൂറിസ്ഡിക്ഷൻ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നമായതുകൊണ്ടാണ്. പിന്നെ ഈ ഭർത്താവ് ഡൽഹിക്കാരനും ഈ ഭാര്യ UP-കാരിയുമാണ്. അപ്പോൾ ഇവർ കല്യാണമൊക്കെ ആലോചിച്ചു. അറേഞ്ച്ഡ് മാരേജാണ്. അവർക്ക് ഈ വിവാഹബന്ധത്തിൽ 23/12/2016 ഡൽഹി ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു മകൾ ജനിക്കുന്നുണ്ട്. ഈ കുട്ടിക്കിപ്പോൾ, ആ കുഞ്ഞിനിപ്പോൾ 8 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇതിന് കേസുകൾ ഉണ്ടാവാൻ അങ്ങോട്ട് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള കേസുകളാണ്. അതായത് ഭർത്താവിൻ്റെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസ് ആരോപിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ പേരിലും അതുപോലെ ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ പേരിലും ഇത് ആരോപിച്ചുകൊണ്ട് ഒരു 3-4 ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുകൾ തന്നെ ഭാര്യ കൊടുത്തു. എന്നിട്ട് ഡൈവോഴ്സിന് HMA OP അതും കൊടുത്തു. ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചുള്ള ഡൈവോഴ്സ് ചോദിച്ചുകൊണ്ട് ഡിസൊല്യൂഷൻ ഓഫ് മാരേജിന് വേണ്ടി അതും കേസ് കൊടുത്തു. പിന്നെ ഇത് കൂടാതെ 498A, അതായത് ഭാര്യയോട് വീട്ടുകാർ കാണിക്കുന്ന, ഭർത്ത ബന്ധുക്കളും കാണിക്കുന്ന ക്രൂരത ആരോപിച്ചുകൊണ്ട് ഉള്ള കേസ് കൊടുത്തു. അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഈ സ്ത്രീ IPS കാരിയല്ലേ. അപ്പോൾ IPS കാരിയാകുമ്പോൾ പോലീസ് ഇഷ്ടംപോലെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ ഈ ഭർത്താവിനെയും ഭർത്താവിൻ്റെ പിതാവിനെയും അറസ്റ്റ് ചെയ്തു കേട്ടോ. അറസ്റ്റ് ചെയ്തിട്ട് അവർ കഴിഞ്ഞതെന്ന് പറയുന്നത്, ഭർത്താവ് ജയിലിൽ കഴിഞ്ഞത് 109 ദിവസമാണ്. ജാമ്യം കിട്ടാൻ ജയിലിൽ കിടന്നു അയാൾ. ഭർത്താവിൻ്റെ പിതാവ് 103 ദിവസം ജയിലിൽ കിടന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 498 തുടങ്ങി. ഇത് കൂടാതെ വേറെ ഒരുപാട് കേസുകൾ, ഇത് ക്രിമിനൽ കേസുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ കേസുകളിലെയും വിവരം ഞാൻ പറയുന്നില്ല, കാരണം അത് ജഡ്ജ്മെൻറ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 15ഓളം കേസുകളെ സംബന്ധിച്ചിടത്തോളം മാത്രം ജഡ്ജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്നു, ഇത് കൂടാതെ ഇവരുടെ ബന്ധുക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് കേസുകൾ ഇതിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഭർത്താവും ഇതേപോലെ കേസ് കൊടുത്തു. കാരണം അയാൾ കൊടുത്തതെന്ന് പറയുന്നത് ഡിഫമേഷൻ, അയാളെ മാനനഷ്ടം ഉണ്ടാക്കിയതിന്, പിന്നെ അയാളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചതിന്, ഇതുപോലെ തുടങ്ങി ഡൈവോഴ്സിന്, പിന്നെ ഈ കുഞ്ഞിൻ്റെ കസ്റ്റഡിക്ക് വേണ്ടി അയാൾ ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് അനുസരിച്ച് ഫാമിലി കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അയാൾ ഡൽഹി കൊടുത്തു. ഈ സ്ത്രീ കൊണ്ടുവന്ന് നമ്മുടെ UP-യിലെ കോടതിയിൽ കൊടുത്തു. അപ്പോൾ ഈ കേസുകൾ, UP-യിലെ കേസുകളെല്ലാം ഇങ്ങോട്ട് മാറ്റണമെന്ന് ഭർത്താവും, ഡൽഹിയിലേക്ക് മാറ്റണമെന്ന് ഭർത്താവും, ഡൽഹിയിലുള്ള കേസുകൾ UP-യിലേക്ക് മാറ്റണമെന്ന് ഭാര്യയും. ഇതാണ് അവരുടെ ആവശ്യം. അതിന് ഈ ഭാര്യയാണ് ആദ്യത്തെ ഈ സുപ്രീം കോടതിയിലോട്ട് വന്ന്, അതുപോലെ വേറെ SLP ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ കുഞ്ഞിന് ചെലവിന് കിട്ടണമെന്നും പറഞ്ഞ് ഈ സ്ത്രീ ഒരു കേസ് കൊടുത്തു.
ആ 125, അതായത് പഴയ നമ്മുടെ CRPC 125 വകുപ്പ് അനുസരിച്ച് കേസ് കൊടുത്തു. ആ കേസിനകത്ത് അലഹബാദ് ഹൈക്കോടതി വിധിച്ചത് എത്രയെന്നറിയോ? കുഞ്ഞിന് മാസം തോറും 1,50,000 രൂപ ചെലവിന്. ഇതാണ്. അപ്പോൾ അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട് അയാൾ. SLP സുപ്രീം കോടതി കൊടുത്തു. അതേപോലെ തന്നെ ഈ ഭാര്യയും 1-2 SLP സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻസ്. ഇതൊക്കെ കൂടെ വന്നപ്പോഴാണ് സുപ്രീം കോടതി, എന്നിട്ട് ഇവർ പറഞ്ഞു, ഇത് വാദം പറയുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, അതായത് അത് ഈ സ്ത്രീക്ക് വേണ്ടി ഹാജരായത് സിദ്ധാർത്ഥ ലൂത്ര എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകനാണ്. എനിക്കറിയാവുന്ന ആളാണ്, എൻ്റെ മുമ്പിൽ കേസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, അവർ ഇരുഭാഗം വക്കീലന്മാരും പറഞ്ഞു ഇവരിത് കേസുകളെല്ലാം പരസ്പരം ഒന്ന് തീരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഒന്നും വേണ്ട എന്നുള്ളതായി. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഇനി അവർക്ക് ചെലവിന് വേണ്ട, കുട്ടിക്ക് ചെലവിന് വേണ്ട, അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ വസ്തു ഈ ഭാര്യയുടെ മാതാവിൻ്റെ പേർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വസ്തു തിരിച്ചു കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. ശരി, സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് ഇനി ഇങ്ങനെ എന്താ ഇത്രത്തോളം കേസ് വരുന്നതെന്ന് ആലോചിക്കുക. നമുക്ക് ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്, വിഭിന്നങ്ങളായ കുടുംബങ്ങളാണ്. ഇവർ തമ്മിൽ ഒരിക്കലും നേരത്തെ അറേഞ്ച്ഡ് മാരേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണത് കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ എന്താ വരുന്നുണ്ടേ ഈ ഭാര്യയ്ക്ക് ഈ ഭർത്തൃ വീടുമായിട്ട് ഒത്തുപോകാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരും. അതുപോലെ ഭർത്താവിന് ഈ ഭാര്യയുടെ ആളുകളുമായിട്ട് ഒത്തുപോകാനും ഉള്ള ബുദ്ധിമുട്ട് വരും. മിക്കവാറും നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് വീട്ട് മാപ്പിള സിസ്റ്റം എന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ നടപ്പിലിരിപ്പുണ്ട് കേട്ടോ, നടപ്പിലുണ്ട്. യഥാർത്ഥത്തിൽ ഭർത്താവ് പോയി ഈ ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നത്, യഥാർത്ഥത്തിൽ ആ സിസ്റ്റം ഞാൻ കണ്ടിട്ടുണ്ട്, അത് നല്ലതാണ്. നമുക്ക് തോന്നും ഹെടാ ഭർത്താവ് പോയി ഭാര്യയുടെ വീട്ടിൽ കിടക്കുന്നു, അച്ചി വീട്ടിലുണ്ട് താമസം, ഇതെന്നാന്ന് നമ്മൾ പറയും. അതൊക്കെ പക്ഷെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്താണെന്നറിയോ, ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ത്രീയാണ്, അവർക്ക് ഒരുപാട് പ്രതികരിക്കാനൊന്നും ഉള്ള കഴിവ് കിട്ടത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ഭർത്താവ് പോയി അവിടെ താമസിക്കുന്നത് എന്താ തെറ്റ്? ഒരു ഭാര്യയും ഭർത്താവുമാണെന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. കോഴിക്കോട് ഒരു ഭാഗം കുറേ ആളുകളുണ്ട് അങ്ങനെയുള്ളവർ. അതുപോലെ തന്നെ ഈ തലശ്ശേരി ആ ഭാഗത്തൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ലക്ഷദ്വീപിലുണ്ടല്ലോ, ഇത് തന്നെയാണ്. ലക്ഷദ്വീപിൽ എനിക്കറിയാവുന്ന ഒരു ആറ്റക്കോയ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവിടുത്തെ ഒരു പണക്കാരനാണ് അമേനി ദ്വീപിൽ. അയാളുടെ വീടൊരു സ്കൂൾ പോലെ, 2 സൈഡ് ബെഡ്റൂമുകളാണ്. എന്താ കാര്യം എന്ന് പറയുക, ഇയാൾക്ക് 7 പെമ്മക്കളുണ്ട്. 7 പേരെയും കല്യാണം കഴിച്ച ഈ മാപ്പിളമാരെല്ലാം അതിനകത്ത് തന്നെ താമസം. 7 പേരാണോ 5 പേരാണോ എന്ന് ഞാൻ മറന്നുപോയി. ഇനി ആറ്റക്കോയ വരുമ്പോൾ ചോദിക്കാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇത് അങ്ങോട്ട് വരും. ഇവിടെ ഭാര്യ വന്ന് ഭർത്തൃ വീട്ടിലേക്ക് വരും. അത് ഒത്തുപോകാൻ വരുമ്പോൾ നോക്കുമ്പോൾ വലിയ പ്രശ്നം അങ്ങോട്ട് പോകുന്നതിന്. അപ്പോൾ ഇവർ പോയി അവസാനം എന്തെന്നറിയോ, ഇവർ ഡൈവോഴ്സും ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഒരു ശാശി ഉണ്ടായി, ചെറിയ എന്തെങ്കിലും ഉണ്ടായി, ഭാര്യ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭാര്യ വീട്ടിലും പോയി അവിടോട്ട് എന്ന് നിൽക്കും. എന്നിട്ട് ഇവരൊരു പതുക്കെ ഒരു അഭിഭാഷകനെ കാണാൻ ചെല്ലും കേട്ടോ, എന്തെങ്കിലും ഒരു കേസ്. അപ്പോൾ അഭിഭാഷകൻ പറയും 498A നിൽക്കും കേട്ടോ. ശരി, അപ്പോൾ ഈ പീഡനം ഇതാണ്, അത് ഭർത്തൃ വീട്ടിൽ നിന്നുള്ള അവരുടെ പീഡനത്തിന് എതിരെയുള്ള കേസ്. അതിന് എന്തെന്നറിയോ കൊടുക്കുന്നത്, കേസ് അതിനകത്ത് പ്രതിയാക്കുന്നത്, അതൊക്കെ അഭിഭാഷകൻ അഡ്വൈസ് ചെയ്യുന്നതാണ്. ഭർത്താവിൻ്റെ പിതാവ്, മാതാവ്, അവൻ്റെ സഹോദരിമാരാരുണ്ടെങ്കിൽ അവർ എല്ലാം, അനിയന്മാരുണ്ടെങ്കിൽ അത്, പിന്നെ ഈ അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന വലിയ അമ്മുമ്മ, അപ്പൂപ്പൻ, ഇവരെ എല്ലാം N ബ്ലോക്ക് പ്രതികളാക്കി അങ്ങ് കേസ് കൊടുക്കും. ജാമ്യവും കിട്ടത്തില്ല. ഇവരിങ്ങനെ ഓടി നടക്കണം അതിന്. ആ രീതി വന്നപ്പോൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വൈരാഗ്യം അങ്ങ് കൂടുകയാണ്. പിന്നെ അന്നേരം ആ ഭർത്താവ് പറയും കൊച്ച് അത് ഈ കുഞ്ഞിൻ്റെ എനിക്ക് വേണം. ഭാര്യ പറയും ഭാര്യയ്ക്ക് വേണം, അതിന് കേസ് കേട്ടോ. അപ്പോൾ കേസുകളുടെ എണ്ണമാണ് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഭർത്താവ് പറയും ഭാര്യ ഒന്നിച്ചു വന്ന് താമസിക്കണം, അതിന് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിൻ്റെ ഒരു കേസ്. ഇനി അതായത് വിവാഹബന്ധം പുനഃസ്ഥാപിച്ച് കിട്ടുന്ന ഒരു കേസ്. ഇനി അടുത്തത് ഭാര്യ പറയുന്നത് എനിക്ക് ഡൈവോഴ്സ് വേണം, അതിനൊരു കേസ്. ഡൈവോഴ്സിന് HMA ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ നിയമമാണെങ്കിൽ അത്. പിന്നെ ഇതുമല്ല,
പിന്നെ ഭാര്യ പറയും വസ്തുക്കൾ, അതായത് വളരെ ചിലപ്പം ഒരു 10-15 പവൻ സ്വർണം കൊണ്ട് വന്നേക്കുന്നതായിരിക്കും. 200 പവൻ ഉണ്ടായെന്ന് പറയും. ഈ 200 പവൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് വേറെ കാര്യം എന്ന് പറഞ്ഞ് അതിനൊരു അതൊക്കെ വിട്ട് കിട്ടാൻ ഒരു കേസ്. ഇവൻ്റെ വീടും കൊടുക്കുകയും എല്ലാം ജപ്തി ചെയ്തുകൊണ്ട് അതിനകത്തുള്ള ഉത്തരവ്. ഇത് അങ്ങനൊരു കേസ്. പിന്നെ ഇതുപോലെ എത്ര, അപ്പോൾ കേസിൻ്റെ എണ്ണം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എല്ലാം കൂടെ ഏതാണ്ട് ഒരു 7-8 കേസുകൾ ഇതിലങ്ങ് ഉണ്ടാവും ഉറപ്പായിട്ട്. മാത്രമല്ല ഇവൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയും, അതായത് ഇവനെ ഈ അച്ഛനെയും അമ്മയും ഒക്കെ ജാമ്യം കിട്ടാതെ ഓടി നടന്ന് അവസാനം കഷ്ടപ്പെട്ട് ഹൈക്കോടതിയിലൊക്കെ പോയി വിഷമിച്ച് മുൻകൂർ ജാമ്യമൊക്കെ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കുക. അവർ ചിലപ്പോൾ ജാമ്യം കിട്ടത്തുമില്ല. കിട്ടാതെ അകത്ത് കിടന്നേക്കുന്ന ഒരുപാട് എണ്ണം അറിയാം. ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ഈ മുറിവ് ഉണങ്ങുമോ? ഒരിക്കലുമില്ല. പലപ്പോഴും ഇല്ലാത്ത അലിഗേഷൻസ് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അത് മാത്രമോ, ഇപ്പം ഈ ഡൈവോഴ്സിനകത്തൊക്കെ കൊടുക്കുന്നതിനകത്ത്, ഈ ഭാര്യമാർ കൊടുക്കുന്നതിനകത്ത് ഒരു പരിപാടി കൂടെ ചെയ്ത് കളയും. കൊച്ചു പെൺകുഞ്ഞുങ്ങളങ്ങനെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, മക്കളുണ്ടെങ്കിൽ ഈ മക്കളെ ഇവിടെ കസ്റ്റഡി കൊടുക്കാൻ ഇഷ്ടമല്ല, ഭാര്യയ്ക്ക് വേണം. അതിന് പറയുന്നത് എന്താണെന്നറിയോ? ഇയാളെ പോക്സോ കേസിലൂടെ പ്രതിയാക്കും. ഈ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഇത് ഒരു സ്ഥിര ഇടപാടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത് ഇടപെട്ടിട്ട് പറഞ്ഞു, ശരി, നിങ്ങളിത് പരസ്പരം വേണ്ടാന്ന് വെക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഡൈവോഴ്സ് നിങ്ങൾക്ക് ഗ്രാൻറ്റ് ചെയ്യുക. 142 ഞാൻ പറഞ്ഞ അനുച്ഛേദം അനുസരിച്ച് ആ സ്പെഷ്യൽ പവർ എടുത്തുകൊണ്ട് സുപ്രീം കോടതി ഡൈവോഴ്സ് അങ്ങ് ഗ്രാൻറ്റ് ചെയ്തു. ഡിഗ്രി ഡ്രോയപ്പ് ചെയ്തു, ഡിഗ്രി എഴുതിക്കൊള്ളാവനും പറഞ്ഞു. ഇനി അത് കൂടാതെ സുപ്രീം കോടതി ഒരു കാര്യം ചെയ്തു, ഈ 1,50,000 രൂപ അത് വേണ്ടാന്ന് പറഞ്ഞു. ഈ ഭാര്യയ്ക്ക് ഇത് വേണ്ടിയിട്ടല്ല, ഇയാളെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ആ 1,50,000 രൂപയുടെ ആ മെയിൻ്റനൻസിൻ്റെ ഓർഡർ അത് ക്വാഷ് ചെയ്തു. എല്ലാ കേസുകളും ഇവർ തമ്മിലുള്ള കേസുകളെല്ലാം സുപ്രീം കോടതി അവരെ ഒന്നീ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇതെല്ലാം ക്വാഷ് ചെയ്തു. ഇനി ബന്ധുക്കളെങ്ങാണം കൊടുത്തേക്കുന്ന കേസുകൾ അതുമെല്ലാം ക്വാഷ് ചെയ്തു. ഇനി ഒരു ഫ്യൂച്ചറിൽ വേറെ വല്ല കേസ് ഇതുപോലെ കൊടുക്കാൻ പാടില്ല, കൊടുത്താൽ ഇത് കോടതിയുടെ കോർട്ടലക്ഷ്യമായിട്ട് കണക്കാക്കും എന്ന് കോടതി പറഞ്ഞു. പറഞ്ഞതിന് ശേഷം കോടതി ഒരു കാര്യം കൂടെ ചെയ്തു. ഒരാവശ്യമില്ലാതെ കള്ളം പറഞ്ഞ് ആ കള്ളത്തരത്തിലുള്ള അലിഗേഷനിലൂടെ, ആരോപണങ്ങളിലൂടെ ഈ ഭർത്താവിൻ്റെ അച്ഛൻ 103 ദിവസവും ഈ ഭർത്താവ് 109 ദിവസവും ജയിലിൽ കിടന്നു. അതിനെന്ത് ചെയ്യും? അതിന് അവർക്കുണ്ടായ മെൻ്റൽ ട്രോമ, അതായത് മാനസികാഘാതം അതിൽ നിന്നുണ്ടായത്, അതുപോലെ തന്നെ അവർക്കുണ്ടായ ഹരാസ്മെൻറ്റ്, പീഡനം, ഇതൊന്നും പണം കൊടുത്ത് തീർക്കാൻ വെക്കുന്ന ഒരു കാര്യമല്ല. ഇത് അവരെ അതിന് വേറെ മാർഗവും ഇല്ല. അത് അവർ പൊറുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഈ അനാവശ്യം പറഞ്ഞല്ലോ, ആ പറഞ്ഞതിന് നിങ്ങൾ ഇവരെ ജയിലിൽ കിടത്തിയതിന് ഇത് ഈ IPS ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, ഈ ഉദ്യോഗസ്ഥ ഒരു കാര്യം ചെയ്യണം, ഒരു അൺകണ്ടീഷണൽ അപ്പോളജി, മാപ്പപേക്ഷ നടത്തണം. അതായത് യാതൊരു ഉപാധികളും ഇല്ലാതെ ഉള്ള ഒരു മാപ്പപേക്ഷ ഇവരോട് നടത്തണം. അതിൻ്റെ ഒരു ഫോമും കോടതി തന്നെ എഴുതി കൊടുത്തു. ഇന്നതായിരിക്കണം, ഇന്നത് പറയണം. അതായത് ഞാനിങ്ങനെ നമ്മൾ തമ്മിലുള്ള ആ പ്രശ്നത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞുപോയി, അതുമൂലം അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ശരിയല്ലാത്തതാണ്, അതുമൂലം നിങ്ങൾക്ക് ഒരുപാട് അവമാനവും ബുദ്ധിമുട്ടും മാനസികവും ആയിട്ടുള്ള പീഡനങ്ങളും ഒക്കെ ഏക്കണ്ടായിട്ട് വന്നിട്ടുണ്ട്, അത് എന്നോട് ക്ഷമിക്കണം, ഞാനതിൽ മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് 3 ദിവസത്തിനകം ഇത് ചോദിച്ചുകൊണ്ട് ഒരു നാഷണൽ ലെവലിലുള്ള, അതായത് ദേശീയ തലത്തിലുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിലും അതുപോലെ തന്നെ ഒരു ഹിന്ദി പത്രത്തിലും ഇത് പ്രസിദ്ധീകരിക്കണം. പിന്നെ ഇത് കൂടാതെ സോഷ്യൽ മീഡിയ, അതായത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ യൂട്യൂബ്, ഇതിലെല്ലാം ഈ അപ്പോളജി, ഈ മാപ്പപേക്ഷ പരസ്യം ചെയ്യണം 3 ദിവസത്തിനകം എന്ന് പറഞ്ഞു. വേറെ മാർഗം വല്ലതും ഉണ്ട്? അപ്പോൾ ഇത് വളരെ ഈ കോടതി എടുത്ത വളരെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള വളരെ നല്ല ഒരു സ്റ്റെപ്പായിട്ട് ഞാനിതിനെ കാണുകയാണ്. കാരണം ഈ ആവശ്യമില്ലാത്ത ഈ ലിറ്റിഗേഷൻസൊക്കെ ഇല്ലാതാക്കി കേട്ടോ, അതില്ലാതായി. ആ IPS ഉദ്യോഗസ്ഥയ്ക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പരസ്യമായിട്ട് മാപ്പ് പറയണം. ആ മാപ്പ് അപേക്ഷിച്ചു. കാരണം അവർക്ക് ഉണ്ടായ അവർ ഡിഫമേഷനൊക്കെ കേസ് കൊടുത്തിട്ടിരിക്കല്ലേ, ആ കേസൊക്കെ തീർക്കാണ് കോടതി. അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾ അൺകണ്ടീഷണൽ ഒരു ഉപാധികളും ഇല്ലാതെ ഇതുപോലൊരു മാപ്പപേക്ഷ നടത്തണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങിച്ചതല്ലേ ഈ സ്ത്രീ? ആലോചിച്ച് നോക്കിക്കോളൂ. ഇതുപോലെ സ്ത്രീകൾ ധാരാളമുണ്ട്. മറ്റൊരു കേസിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇത് ഒരു ഉപാധിയായിട്ട് എടുത്തേക്കാണ് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഈ രീതിയിൽ മുമ്പോട്ട് വരികയാണ്.
നമ്മുടെ സ്ത്രീകൾ അബലകളാണ്, ചപലകളാണെന്നൊക്കെ ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങളെന്ന് പറയുന്നത് ഈ രീതിയിൽ ഭർത്താവിനെയും ബന്ധുക്കളെയും ഹരാസ് ചെയ്യുന്നത് കാണാൻ ഇടവരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ സ്ത്രീകൾ ഒഴിഞ്ഞു നിൽക്കണം. ഇതൊരു സ്ത്രീക്ക് പറ്റിയ കാര്യമല്ല ഇതൊന്നും. വേണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോളൂ, പരസ്പരം സമ്മതിച്ച് സംസാരിച്ചങ്ങ് തീരുമാനം എടുത്തോളൂ. ഭർത്താവ് നിർബന്ധമായിട്ടും ഡൈവോഴ്സ് തരത്തില്ല, നിങ്ങൾക്ക് വേണം, ഇയാളോട് പൊറുക്കാൻ വയ്യ, നിങ്ങൾ കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കണം. അതിന് ആ വീട്ടുകാരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടാനും ഇതുമൊക്കെ പോവരുത്. നല്ല കാര്യങ്ങളല്ല ഇതൊന്നും.